US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയുകയുണ്ടായി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി എനിക്ക് എല്ലായ്പ്പോഴും വളരെ നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചു. അയാൾക്ക് ഭ്രാന്തായിരിക്കുന്നു. ഒരുപാട് ആളുകളെ അനാവശ്യമായി കൊല്ലുകയാണ്. സൈനികരെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്. യാതൊരു കാരണവുമില്ലാതെ യുക്രൈനിലെ നഗരങ്ങളിലേക്ക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തുവിടുകയാണ് അദ്ദേഹം. പിന്നീട് നിങ്ങൾ തീക്കളിയാണ് കളിക്കുന്നതെന്നും ട്രംപ് പുടിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള ചർച്ചകൾ സ്തംഭിച്ചതിലുള്ള ട്രംപിന്റെ നിരാശ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നുണ്ട്. തന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. പുടിനുമായുള്ള തന്റെ സൗഹൃദവും റഷ്യക്ക് നൽകുന്ന ഇളവുകളും യുക്രൈനുള്ള പിന്തുണ ഉപേക്ഷിക്കുന്നതും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം കരുതി. എന്നാൽ ലോകം എത്രത്തോളം സങ്കീർണവും ദുർഘടവുമാണെന്ന് ട്രംപ് മനസ്സിലാക്കുകയാണെന്ന്. പുടിൻ ഭ്രാന്തനല്ല, മറിച്ച് കുടില മനസ്സുള്ള കണക്കുകൂട്ടലുകളുള്ള തന്ത്രശാലിയായ ഒരാളാണെന്ന് ട്രംപിന് ഉടൻ തന്നെ അംഗീകരിക്കേണ്ടി വരും. നിലവിൽ റഷ്യ യുദ്ധത്തിൽ വിജയിക്കുകയാണ്. യുക്രൈനും യൂറോപ്യൻ യൂണിയനും തന്നെ തടയാൻ കഴിയില്ലെന്നും US ഈ വിഷയത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പുടിൻ അറിയാം. ഈ അവസരത്തിൽ യുദ്ധം നിർത്തേണ്ട ആവശ്യമുണ്ടെന്നും അദ്ദേഹം കരുതുന്നില്ല. കഴിയുന്നത്ര യുക്രൈനിയൻ പ്രദേശം പിടിച്ചെടുക്കാനും തനിക്ക് സൗകര്യപ്പെടുമ്പോൾ മാത്രം ഇത് നിർത്തി ചർച്ചകൾ ആരംഭിക്കാനും അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്. യുക്രൈനിലെ അന്തമില്ലാതെ തുടരുന്ന വിനാശത്തിൽ അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരിൽ ഭൂരിപക്ഷവും പുടിന്റെ ഭ്രാന്തിന്റെ അളവിനേക്കാൾ ട്രംപിന്റെ ലോക വിവരത്തിന്റെ അളവാണ് കാണുന്നത്.